മലപ്പുറത്ത് കനത്ത മഴയെ തുടർന്ന് പാണക്കാട് റോഡിലുണ്ടായ മണ്ണിടിച്ചിലിൽ റോഡിൽ വീണ മണ്ണ് മാറ്റി ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. അതേസമയം മഴക്കെടുതി രൂക്ഷമായതോടെ ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. നിലവിൽ ക്യാമ്പുകളിലായി 97 കുടുംബങ്ങളിലെ 441 പേരാണ് അഭയം തേടിയിട്ടുള്ളത്. ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാടി, പൊന്നാനി താലൂക്കുകളിലാണ് ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി മലപ്പുറത്ത് നിന്ന് ഹരികുമാറാണ് ചേരുന്നത്. ഹരികുമാർ, എങ്ങനെയാണ് നിലവിലെ സാഹചര്യം? ദിവസങ്ങളായി മഴ തുടരുകയാണ്. ജില്ലയിൽ അതിശക്തമായ മഴയാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ ഗതാഗതം, റോഡിൽ മണ്ണ് വീണ് ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം, അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കഴിഞ്ഞ 3 ദിവസങ്ങളിലായി അതിതീവ്ര മഴയാണ് മലപ്പുറത്ത് രേഖപ്പെടുത്തിയതെങ്കിൽ ഇന്ന് മഴ വിട്ടുനിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ കഴിഞ്ഞ 3 ദിവസത്തെ ഒരു സാഹചര്യം ഇന്നില്ല വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ പ്രധാന സ്ഥലങ്ങളിലെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 500ഓളം പേരെയാണ് വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 5 താലൂക്കുകളിലായി 13 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഇവിടെയെല്ലാം ആളുകൾ ഇപ്പോഴുമുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പ് വിടാൻ ഉള്ള ഒരു സാഹചര്യം നിലവിലില്ല. ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ രാവിലെ മണ്ണിടിച്ചിലുണ്ടായ പാണക്കാട് റോഡ് ഇപ്പോഴും 24 മണിക്കൂറിന് ശേഷവും തുറന്നു നൽകാൻ കഴിഞ്ഞിട്ടില്ല. അല്പസമയം മുമ്പ് 10:30 മുതലാണ് ഈ ഭാഗത്ത് ഇന്നലെ മണ്ണിടിഞ്ഞ് റോഡ് മൂടിയ ഭാഗത്തെ മണ്ണ് നീക്കുന്ന ജോലികൾ 10:30 മണിയോട് കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത്. ഇതിന്റെ ജോലികൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 24 മണിക്കൂറായി ഈ സംസ്ഥാന പാതയിൽ പരപ്പനങ്ങാടി മലപ്പുറം സംസ്ഥാന പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ പല സമയങ്ങളിലായി വലിയ തോതിലുള്ള മണ്ണിടിച്ചിലാണ് ഈ ഭാഗത്തുണ്ടായത്. ഈ ഭാഗത്ത് ആശങ്കാജനകമായ രീതിയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് പ്രദേശത്തെ 40ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയുണ്ടായി. ഇവർ പാണക്കാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ 30 കുടുംബങ്ങളും മറ്റുള്ളവർ ബന്ധുവീടുകളിലേക്ക് മാറിയിട്ടുണ്ട്. ഇതിന് തൊട്ടടുത്തൊരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്കൂളിലെ ഹോസ്റ്റലിൽ നിന്നും വിദ്യാർത്ഥികളെ മാറ്റുന്ന സാഹചര്യമുണ്ടായി. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായി ജില്ലയിൽ 6ഓളം വീടുകളാണ് തകർന്നത്. 2 കുട്ടികൾ മരിക്കുകയുണ്ടായി. ഒട്ടേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ 3 ദിവസമായി മലപ്പുറത്ത് 310 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ മുൻ സാഹചര്യങ്ങളെ അപേക്ഷിച്ച് 60% അതിൽ കൂടുതലുമാണ് ഈ 3 ദിവസങ്ങളിൽ മലപ്പുറത്ത് പെയ്ത മഴ. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഈ പാണക്കാട് സംസ്ഥാനപാത ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്.